Azimuth parade ready for inspection pass. കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ആശയവും അഭിലാഷവുമായതും വൈവിധ്യത്തിലും ഓരോ ഭാരതീയനെയും ഒരുമിപ്പിക്കുന്നതുമായ ഊർജ്ജപ്രവാഹം. എത്രയോ ധീരദേശാഭിമാനികൾ മാറോട് ചേർത്ത് പുണർന്ന അശോകചക്രാങ്കിത ത്രിവർണ്ണ പതാകയെ സാക്ഷി നിർത്തി വർഗവർണ്ണ ജാതി മത കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി അഖണ്ഡതയും ഐക്യവും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന നിയാമക തത്വങ്ങളും പാലിച്ച് നിയമാനുസൃതമായി സമൂഹരക്ഷയ്ക്കായി പ്രവർത്തിക്കുമെന്ന് ഇവർ പ്രതിജ്ഞ ചെയ്യുന്നു. ത്രിവർണ്ണ പതാക ഈ സമയം ട്രൂപ്പ് ദ കളേഴ്സ് എന്ന ഇനത്തിലുള്ള ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി മൈതാനത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. ഓരോ ഭാരതീയന്റെയും ഹൃദയരക്തത്തിൽ അലിഞ്ഞുചേർന്ന ദേശീയഗാനത്തിന്റെ അനുരണനങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുകയാണ്. സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ ദേശീയ പതാകയ്ക്ക് നാഷണൽ സല്യൂട്ട് അർപ്പിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതും യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. തുടർന്ന് കേരള പോലീസ് അക്കാദമി ഔട്ട്ഡോർ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറും പോലീസ് സൂപ്രണ്ടുമായ ശ്രീ P.A. വത്സൻ അവർ സേനാംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാണ്. Flag parade! On parade!
ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗമെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്ക് അതീതമായി എന്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസ് സേനയുടെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. Flag rest, march out. ആർജിച്ച പരിശീലനത്തിന്റെ ശക്തി ഓരോ കണങ്ങളിലും ഏറ്റുവാങ്ങി ഹരിതമുതിരുന്ന തരുലതാദികളും ആർദ്രമായ അന്തരീക്ഷവും പിന്നെ അണമുറിയാതെ എത്തുന്ന ആവേശത്തിന്റെ അലമാലകളും ഇടചേർന്ന് താളനിബദ്ധമായ ചുവടുവയ്പ്പുകളോടെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിൽ നേരിന്റെ നോവ് തിരിച്ചറിഞ്ഞ് ഒരു നല്ല നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കിനാവിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ചടുലതാളങ്ങളോടെ സേനാംഗങ്ങളുടെ മാർച്ച് പാസ്റ്റ് ആരംഭിക്കുകയാണ്. ഖദം ഖദം ബിടായേജ സാരേ ജഗാം സെ അച്ഛ എന്നീ ബാൻഡ് താളങ്ങളിൽ ക്വിക്ക് മാർച്ച് ചെയ്ത് ഇവർ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കും.
MSP ബറ്റാലിയൻ മലപ്പുറം ജില്ല പൂവത്തുങ്കൽ സ്വദേശി ജയരാജൻ നയിക്കുന്ന ഒന്നാമത്തെ കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നു. എറണാകുളം കണ്ടേക്കാട് സ്വദേശി KAP 1ാം ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിളുമായ ശ്രീ അക്ബർ നയിക്കുന്ന രണ്ടാമത്തെ കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നുപോയി. മലപ്പുറം ജില്ല കൂട്ടിലങ്ങാട് സ്വദേശി MSP ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിളുമായ ശ്രീ രാജേഷ് നയിക്കുന്ന മൂന്നാമത്തെ കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നുപോയി. ഇടുക്കി ജില്ലയിൽ മരിയാപുരം സ്വദേശി KAP 5ാം ബറ്റാലിയൻ കോൺസ്റ്റബിളുമായ ജോസി ഫ്രാൻസിസ് നയിക്കുന്ന 4ാം കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നുപോയി. കോട്ടയം ജില്ലയിൽ ചെങ്കളം സ്വദേശി KAP 5ാം ബറ്റാലിയൻ കോൺസ്റ്റബിളായ ബൈജു KR നയിക്കുന്ന 5ാം കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നുപോയി. മലപ്പുറം ജില്ലയിൽ തിരുവാലി സ്വദേശി MSP ബറ്റാലിയൻ കോൺസ്റ്റബിളായ ശ്രീ ജിബിൻ KG നയിക്കുന്ന 6ാം കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നുപോയി. എറണാകുളം ജില്ലയിൽ ഐരാപുരം സ്വദേശി KAP 1ാം ബറ്റാലിയൻ കോൺസ്റ്റബിളായ ശ്രീ സുജിത് KP നയിക്കുന്ന 7ാമത്തെ കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നുപോയി. എറണാകുളം ജില്ലയിൽ പുറമ സ്വദേശിയും KAP 1ാം ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിളുമായ ശ്രീ ജോമോൻ വി ജോയി നയിക്കുന്ന 8ാമത്തെ കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നുപോയി. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നുപോകുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല സ്വദേശി KAP 1ാം ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിളുമായ ശ്രീ സ്മിജി MR നയിക്കുന്ന 9ാമത്തെ കണ്ടിലാണ്. എറണാകുളം ജില്ലയിൽ കോതമംഗലം സ്വദേശി KAP 1ാം ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിൾ ശ്രീ അനീസ് ബാലൻ KP നയിക്കുന്ന 10ാമത്തെ കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ വാഴയാർ സ്വദേശി MSP ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിളുമായ ശ്രീ സുജിത് K നയിക്കുന്ന 11ാം കണ്ടിൽ മുഖ്യാതിഥിയെ അഭിവാദ്യം ചെയ്ത് കടന്നു. എറണാകുളം ജില്ലയിൽ കാക്കനാട് സ്വദേശി KAP 1ാം ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിളുമായ ശ്രീ അൻസൽ MA നയിക്കുന്ന 12ാമത്തെ കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു. എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി സ്വദേശി KAP 1ാം ബറ്റാലിയൻ അംഗമായ ശ്രീ സുനീഷ് PG നയിക്കുന്ന 13ാം കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം ചെയ്ത് കടന്നു. എറണാകുളം ജില്ലയിൽ കോതമംഗലം സ്വദേശി KAP 1ാം ബറ്റാലിയൻ അംഗമായ ശ്രീ ബിജു മാധവൻ നയിക്കുന്ന 14ാമത്തെ കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നു. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങി സ്വദേശി KAP 1ാം ബറ്റാലിയൻ അംഗമായ ശ്രീ രഞ്ജിത് ഹാരി നയിക്കുന്ന 15ാമത്തെ കണ്ടിൽ മുഖ്യാതിഥിയെ അഭിവാദ്യം ചെയ്ത് കടന്നു. പാലക്കാട് ജില്ലയിൽ നെല്ലിമേൽ സ്വദേശി KAP 2ാം ബറ്റാലിയൻ അംഗമായ റിനോസ് സുദീൻ നയിക്കുന്ന 16ാമത്തെ കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നു. ഇടുക്കി ജില്ലയിൽ തൊടുപ്രദേശത്ത് KAP 5ാം ബറ്റാലിയൻ അംഗമായ ശ്രീ സഞ്ജു MA നയിക്കുന്ന 17ാം കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നു. കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി ദേശത്ത് KAP 5ാം ബറ്റാലിയൻ അംഗമായ ശ്രീ അജയ് രാജേന്ദ്രൻ നയിക്കുന്ന 18ാമത്തെ കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നു. ഇടുക്കി ജില്ലയിൽ ചെമ്പകപ്പാറ സ്വദേശി KAP 5ാം ബറ്റാലിയൻ അംഗമായ ശ്രീ സുരേഷ് നയിക്കുന്ന 19ാം കണ്ടിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു കടന്നു. ആലപ്പുഴ ജില്ലയിൽ പുള്ളത്തൈ ദേശത്ത് KAP 5ാം ബറ്റാലിയൻ അംഗമായ ശ്രീ അജീഷ് PA നയിക്കുന്ന 20ാം കണ്ടിൽ മുഖ്യാതിഥിയെ അഭിവാദ്യം ചെയ്തു കടന്നു.
പരേഡിന് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരു ദാർശനിക വ്യാഖ്യാനം തന്നെ നൽകിയിട്ടുണ്ട്. ഒരു കാര്യം അനേകം പേർ ചേർന്ന് ചെയ്താൽ അവരിൽ മഹത്തായ ഐക്യബോധമുണ്ടാകും. അസംഖ്യം പേർ ഒരുമിച്ചാൽ അവരുടെ കായികവും മാനസികവുമായ വ്യാപാരങ്ങളിൽ ഏകത കൈവരും. പല മനസ്സുകളും പല ശരീരങ്ങളും ഒത്തുചേർന്ന് ഒരു വലിയ മനസ്സും ശരീരവുമായി മാറും. ചുരുക്കത്തിൽ സൈന്യത്തിന് ഒരേ ഒരു മനസ്സ് മാത്രമാണുള്ളത്, ആത്മവിശ്വാസത്തിന്റെ. ഈ ആത്മവിശ്വാസത്തിന്റെ ഉൾക്കരുത്തുമായി ഇപ്പോൾ ഒരേ താളത്തിൽ റിവ്യൂ ഓർഡർ മാർച്ച് ചെയ്യുന്നു. ഇത് ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി കണക്കാക്കപ്പെടുന്നു. Vaya Sanders! Get march! Sanders! Present! On! പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തി കേരള പോലീസ് അക്കാദമിയിൽ നിന്നും കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയനിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കോൺസ്റ്റബിൾമാർക്കുള്ള സമ്മാനം വിതരണം ചെയ്യുന്നതിന് ആദരണീയനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊണ്ടു. കേരള പോലീസ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി ഉന്നത മികവ് പുലർത്തിയ MSB KAP ഫസ്റ്റ് KAP സെക്കൻഡ് ബറ്റാലിയനിലെ പോലീസ് കോൺസ്റ്റബിൾമാർ ആദ്യമായ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ബെസ്റ്റ് ഇൻഡോർ ശ്രീ റെനിൽ AJ KAP 2ാം ബറ്റാലിയൻ. ഇൻഡോർ വിഭാഗം നടത്തിയ വിവിധ പരീക്ഷകളിൽ ഉന്നത മികവ് പുലർത്തിയ ഇദ്ദേഹം ബെസ്റ്റ് ഇൻഡോറായി തിരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ ചൂണ്ടൽ ദേശത്ത് ആലപ്പാടം ഹൗസിൽ ശ്രീ AV ജോസിന്റെയും ശ്രീമതി മേരി ദാസിന്റെയും പുത്രനായ റെനിൽ വിശിഷ്ടാതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ബെസ്റ്റ് ഷോട്ട് ശ്രീ ബേസിൽ പോൾ S KAP 1ാം ബറ്റാലിയൻ. പരിശീലന കാലയളവിൽ ആയുധ പരിശീലന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ശ്രീ ബേസിൽ ബെസ്റ്റ് ഷോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ പോത്താനിക്കാട് ദേശത്ത് ആതിരമ്പുഴ വീട്ടിൽ ശ്രീ AP പോളിന്റെയും ശ്രീമതി സൂസമ്മ പോളിന്റെയും പുത്രനാണ് ഈ പോലീസ് കോൺസ്റ്റബിൾ. ഇംഗ്ലീഷിലും ഹിസ്റ്ററിയിലും ബിരുദം നേടിയ ശ്രീ ബേസിൽ ദേശീയ തലത്തിൽ കേരളത്തിന് വേണ്ടി 8 വർഷക്കാലം അത്ലറ്റിക് വിഭാഗത്തിൽ മത്സരിക്കുകയും 6 വർഷം മെഡൽ നേടുകയും ചെയ്തിട്ടുണ്ട്. പെന്റാത്തലൻ വിഭാഗത്തിൽ 2002 ഇദ്ദേഹം നേടിയ ദേശീയ റെക്കോർഡ് ഇന്നും തകർക്കപ്പെടാതെ നിലനിൽക്കുന്നു. ശ്രീ ബേസിൽ പോൾ വിശിഷ്ടാതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ബെസ്റ്റ് ഔട്ട്ഡോർ ശ്രീ ജിതിൻ KG MSB ബറ്റാലിയൻ. 9 മാസക്കാലം നീണ്ട പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജിതിൻ ബെസ്റ്റ് ഔട്ട്ഡോറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗണിതശാസ്ത്രത്തിൽ BSc B.Ed കരസ്ഥമാക്കിയ ഇദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ തിരുവാലി ദേശത്ത് കൃഷ്ണഗിരിയിൽ ശ്രീ ഗോപാലകൃഷ്ണന്റെയും ശ്രീമതി ഗിരിജയുടെയും പുത്രനാണ്. ശ്രീ ജിതിൻ വിശിഷ്ടാതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ബെസ്റ്റ് ഓൾറൗണ്ടർ ശ്രീ ദീപു KT KAP 1ാം ബറ്റാലിയൻ.
പരിശീലന കാലയളവിൽ പരിശീലനത്തിന്റെ സമസ്ത മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ശ്രീ ദീപു ബെസ്റ്റ് ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കുന്നത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ പാലക്കുഴ ദേശത്ത് കുളത്തിങ്കര വീട്ടിൽ ശ്രീ കെ ടി തങ്കപ്പന്റെയും ശ്രീമതി അമ്മി തങ്കപ്പന്റെയും പുത്രനായ ഇദ്ദേഹം ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ബിഎഡും കരസ്ഥമാക്കി. കൂടാതെ 2008 കേരള പ്രസ് അക്കാദമിയിൽ നിന്നും ജേർണലിസത്തിൽ 2ാം റാങ്കോടുകൂടി ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ശ്രീ ദീപു ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയനിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ KAP ഫസ്റ്റ് KAP 5th ബറ്റാലിയനിലെ പോലീസ് കോൺസ്റ്റബിൾമാരാണ് അടുത്തത്. ബെസ്റ്റ് ഇൻഡോർ ശ്രീ റോബിൻ ജോർജ് KAP 1ാം ബറ്റാലിയൻ. ഇൻഡോർ വിഭാഗം നടത്തിയ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയാണ് ഇദ്ദേഹം ബെസ്റ്റ് ഇൻഡോറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീ റോബിൻ വിശിഷ്ടാതിഥിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ബെസ്റ്റ് ഷോട്ട് ശ്രീ അനിൽ രാജ് KAP 5ാം ബറ്റാലിയൻ. പരിശീലന കാലയളവിൽ ആയുധ പരിശീലന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ ചിറ്റാക്കോട് ദേശത്ത് കല്ലുവിള വീട്ടിൽ ശ്രീ ധർമ്മരാജിന്റെയും ശ്രീമതി ലീലയുടെയും പുത്രനാണ്. ശ്രീ അനിൽ രാജ് വിശിഷ്ടാതിഥിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ബെസ്റ്റ് ഔട്ട്ഡോർ ശ്രീ ജോഷി ഫ്രാൻസിസ് KAP 5ാം ബറ്റാലിയൻ. വിമുക്ത ഭടനായ ഇദ്ദേഹം നീണ്ട 16 വർഷക്കാലം ഇന്ത്യൻ ആർമി ആർട്ടിലറി വിഭാഗത്തിൽ വിശിഷ്ട സേവനം നിർവഹിച്ച ശേഷമാണ് പോലീസ് സേനയിലേക്ക് വന്നത്. 9 മാസം നീണ്ട പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബെസ്റ്റ് ഔട്ട്ഡോറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ ആർമിയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ ജോഷി ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ മരിയാപുരം ദേശത്ത് അറക്കൽ വീട്ടിൽ പരേതനായ ശ്രീ ഫ്രാൻസിസിന്റെയും ത്രേസ്യാമ ഫ്രാൻസിസിന്റെയും പുത്രനാണ്.